يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള അള്ളാഹുവിന് നന്ദിയുള്ളവരായി അവന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ വിശുദ്ധ റമദാനിലെ ഒരു തർബിയത്ത് സംഗമത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ചെറിയൊരു റമദാനിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ എത്രയോ വർഷങ്ങളായി റമദാനിൽ ഒരു യാത്ര തിരൂരിലേക്ക് നടത്താൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകാറുണ്ട് എല്ലാ റമദാനിലും. ഈ ഒരു റമദാനിൽ അതുപോലെ തന്നെ വിശാലമായി തന്നെ തിരൂരിലെ മാത്രമല്ല നമ്മുടെ ജില്ലയിലെ ഒട്ടുമിക്ക പ്രവർത്തകന്മാരും ഒരുമിച്ച് കൂടുന്ന ഈ ഒരു ക്യാമ്പിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറഞ്ഞാൽ സാധാരണ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിട്ടാണ് തിരൂരിലെ മസ്ജിദ് തൗഹീദിൽ വർഷങ്ങളിൽ നടക്കുന്ന ക്ലാസ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം മറ്റു പല സ്ഥലങ്ങളിലും ക്ലാസുകൾക്ക് അത്ര കൃത്യതയോടുകൂടെ റമദാനിൽ പങ്കെടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് അവിടെ ക്ലാസ്സിന് വരുമ്പോൾ നമ്മുടെ പ്രായമായ കുറച്ച് കാരണവന്മാരും അതേപോലെ തന്നെ നിരന്തരമായി കാണുന്ന കുറച്ച് ആളുകളെ എല്ലാ വർഷങ്ങളിലും കാണാൻ കിട്ടുന്ന ഒരവസരമായിട്ടാണ് ആ ക്ലാസ്സിനെ കണ്ടിരുന്നത്. ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ആദർശത്തെ സ്നേഹിക്കുന്ന ഒരുവിധം ആളുകളൊക്കെ അവിടെ വരാറുണ്ട്. അതുകൊണ്ട് അത്തരമൊരു അവസരം മറ്റൊരു രൂപത്തിൽ ഇവിടെ ലഭിച്ചു എന്ന സന്തോഷത്തോടുകൂടെയാണ് ഈ തിരൂരിൽ ഇത്തരമൊരു സംസാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറച്ചു കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം അനുഭവം നൽകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയാവുന്നത് നമ്മുടെ വീട് തന്നെയാണ്. അതിനൊരു വ്യത്യസ്തമായ ഒരു ആസ്വാദനവും ഒരു അനുഭവവും ഉണ്ട്. ഒരു പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരാഴം. വീടെന്ന അനുഗ്രഹത്തിന്റെ, വീടെന്ന അനുഭവ കേന്ദ്രത്തിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ അത് സഹായകമാകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫർ, യാത്ര എന്ന് പറഞ്ഞാൽ ഖിത്അത്തും മിനൽ അദാബ്, അത് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് എന്ന്. ഇപ്പൊ എല്ലാ യാത്രയും അങ്ങനെയാണോ? സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ യാത്രയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ത്യാഗങ്ങളോ ദാഹങ്ങളോ വിശപ്പുകളോ മാത്രമല്ല ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ആ ഹദീസ് ഒന്ന് വിശദമായി മനസ്സിലാക്കിയാൽ നമുക്ക് പറ്റും. നമ്മൾ വീടിന് പുറത്താണ് എന്നുള്ളതാണ് പ്രശ്നം. വീടിന്റെ പുറത്താണ്. അത് വീടിന്റെ പുറത്തായാലുള്ള പ്രശ്നം എന്താ? വീടിന്റെ പുറത്ത് നമ്മൾ ഭക്ഷണം കഴിക്കും, വീടിന്റെ പുറത്ത് നമ്മുടെ മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നടക്കും, ഉറക്കം നടക്കും, എല്ലാം നടക്കും. പക്ഷെ എന്താ തടസ്സം എന്ന് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നാം ചെയ്യുന്നത് പോലെ സന്തോഷത്തോടും സമാധാനത്തോടും ആത്മനിർവൃതിയോടും കൂടെ അത് ചെയ്യാൻ നമുക്ക് കഴിയൂല. അങ്ങനെയാണത്. എത്ര നല്ല മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വീടിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ആത്മസംതൃപ്തി അതിന് കിട്ടൂല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സാധാരണ വീട്ടിൽ ഓരോ ജോലികൾക്ക് വരാനുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളോട് ഒരു മറ്റു മതത്തിൽപ്പെട്ട വളരെ പ്രായമേറിയ ഒരു സ്ത്രീ
അപ്പൊ അവർ ഒരിക്കൽ വന്നിട്ടൊരു പരാതി പറഞ്ഞെന്താ വെച്ചാൽ വീടിങ്ങനെ മേഞ്ഞതൊക്കെ ഈ വർഷക്കാലം വരുമ്പോ തന്നെ പേടിയാവുകയാണ്, കാരണം ആകെ ചോർന്നൊരിച്ച് ബുദ്ധിമുട്ടാവൂ എന്ന ഒരു വേദനയിലാണ്, അതൊന്ന് നേരാക്കി എടുക്കണം എന്നതായിരുന്നു അവരുടെ പരാതി. പക്ഷെ പിന്നൊരു പ്രാവശ്യം അവർ വന്നപ്പോ അവർക്ക് വരാനുള്ള തടസ്സത്തെ കുറിച്ചൊരു കല്യാണമുണ്ട്. ആ കല്യാണമാണെങ്കിൽ കുറെ ദൂരെയാണ്, കുറച്ച് നേരത്തെ പോകണം എന്നാണ്. അപ്പൊ നേരത്തെ പോണതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രയാസമായിട്ട് ആ സഹോദരി പറയണത് എന്താന്ന് വിചാരിച്ചാൽ, ഒരു ദിവസം നമ്മളതല്ലാത്ത വീട്ടിൽ ഉറങ്ങണല്ലോ, അത് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലുള്ള ഉറക്കത്തെക്കാളും ആനന്ദകരമല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് പോയിട്ട് ഉറങ്ങുന്നതാണ്. അവനവന്റെ വീട് എന്നത് വലിയ ഒരു കാര്യമാണ് സഹോദരങ്ങളെ. അത് നമുക്ക് നൽകുന്ന ആത്മസംതൃപ്തിയും സന്തോഷവും ചെറുതല്ല. ആ ഹദീത്തിന്റെ ബാക്കി നോക്കൂ നിങ്ങൾ. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇദാ ഖള അഹ്ദുക്കും നഹ്മു, ഒരാൾ യാത്ര പോയിട്ട് അവന്റെ കാര്യം നടന്നു എന്ന് കഴിഞ്ഞാൽ, മീൻ സഫരിക്ക് യാത്ര പോയി അവന്റെ ഉദ്ദേശം നടന്നാൽ, ഫൽയുഅജ്ജിൽ അർറുജൂഅ ഇലാ അഹ്ലിഹി, അവൻ പെട്ടെന്ന് ധൃതിപ്പെട്ട് വീട്ടിലേക്ക് പോരണമെന്ന്. എന്തൊരു കാര്യത്തിനാണോ യാത്ര പോയത് അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളണം. അപ്പൊ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, വീട്ടിന്റെ പുറത്താവുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും അസ്വസ്ഥവുമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വീട്ടിന്റെ ഒരു ബാത്റൂമിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആത്മസംതൃപ്തി ലോകത്ത് എത്ര സൗകര്യമുള്ള ഒരു ബാത്റൂമിൽ കയറിയാലും കിട്ടൂല എന്നാണ് ആ പറയുന്നതിന്റെ കാര്യം. അപ്പൊ നമ്മുടെ വീട് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നതിനെ തികച്ചും സത്യപ്പെടുത്തുന്നതാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, അല്ലാഹു നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും താവളങ്ങളാക്കി തന്നു. നമുക്ക് ജീവിത സമാധാനം അനുഭവിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചൊരു സ്ഥലമാണ് സഹോദരങ്ങളെ വീട്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുന്നതോ വീട്ടിൽ കുറച്ചധിക സമയം തങ്ങുന്നതോ എന്തെങ്കിലും നിലക്ക് നിങ്ങൾക്ക് കുടുംബപരമായ പ്രശ്നങ്ങളെ കൊണ്ടോ ഭാര്യയുമായുള്ള സംഘർഷങ്ങളെ കൊണ്ടോ മക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ കൊണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ കുറച്ചധിക സമയം തങ്ങുന്നതും വീട്ടിൽ പോകുന്നതും ബുദ്ധിമുട്ടായിട്ട് ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ വിഷമത്തോടുകൂടെ ഞാൻ അവരോട് പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാന ജീവിതം നഷ്ടപ്പെട്ടവരാണ് സഹോദരങ്ങളെ അത്തരം ആളുകൾ. നാം അതിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് ഈ ഹ്രസ്വമായ എന്റെ സംസാരത്തിന്റെ ചർച്ച. നമ്മളൊരു സാധാരണ സംഗതികളൊക്കെ കേൾക്കുന്ന പോലെ ലാഘവത്തോടെ കേട്ടുകൂടാ എന്നാണ് ഈ വിഷയത്തെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയണം, വീട് നിങ്ങൾക്ക് തന്നത് സമാധാനമായി വിശ്രമിക്കാൻ ഒരു താവളമായിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നാൽക്കാലികളുടെ തൊലികളിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പെടുത്തുന്നു ബുയൂത്തൻ, വീടുകളെ തസ്തഹിഖൂനഹ, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ. യൗമലഅനിക്കും, നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ആ തോൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താവളങ്ങൾ ഒരുക്കാൻ പറ്റും. വയൗമ ഇഖാമത്തിക്കും, നിങ്ങൾ ഒരു സ്ഥലത്ത് അടങ്ങി തങ്ങുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്കത് പറ്റും. വമിൻ അസ്വാഫിക വ ഔബാരിക വ അശ്ആരിക, ആടിന്റെയും അതേപോലെ തന്നെ ഒട്ടകത്തിന്റെയും ചെമ്മരി ആടിന്റെയൊക്കെ രോമങ്ങളിൽ നിന്ന് തൊലികളിൽ നിന്ന് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ വീട്ടുപകരണങ്ങളും അസാസൻ വ മതാഅൻ ഇലാഹി, വീട്ടുപകരണങ്ങളും എല്ലാം നല്ല വീട്ടുപകരണങ്ങളും വീടും തന്ന് നിങ്ങൾക്കൊരു സമാധാന ഗേഹം അള്ളാഹു ഒരുക്കി തന്നിരിക്കുകയാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു വ്യാഖ്യാനത്തിൽ എന്താണ്, തമാമു നിഅമിഹി അലാ അബീദിഹി, വല്ലാത്തൊരു പ്രയോഗമാണ്. അതായത് ഒരു അടിമക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ സമ്പൂർണത, അതാണ് വീട്. നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹാസ്വാദനങ്ങളുടെ സമ്പൂർണ്ണ കേന്ദ്രം അതാകുന്നു വീട് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വബിമാ ജഅല ലഹും മിനൽ ബുയൂതില്ലതി യസക്കനു ലഹു, അല്ലാഹു വീടിനെ ഒരു സമാധാന താവളമായി വിശ്രമ കേന്ദ്രമാക്കി തന്നിരിക്കുകയാണ്. യഊന ഇലൈഹ, ആ വീട്ടിലേക്ക് അവർ വരും. അസുഖമായ എവിടെ കിടക്ക സഹോദരങ്ങളെ? വീട്ടിൽ. വിശ്രമിക്കാൻ എവിടെ വരെ? വീട്ടിൽ. ജോലി കഴിഞ്ഞാൽ ഓടി വരുന്നത് എവിടേക്കാണ്? വീട്ടിലേക്ക്. വയസ്തുറൂൻ, അവരുടെ എല്ലാ ജീവിതത്തിന്റെയും സ്വകാര്യതകൾക്ക് ഒരു മറയാണ് ആ വീട്. വസ്ത്രം ഒന്ന് അഴിച്ചിട്ട് നമുക്കൊന്ന് വിശ്രമിക്കാനും സ്വതന്ത്രമായി മറ്റാരും എന്നെ കാണുന്നുവോ നിരീക്ഷിക്കുമോന്നുവോ എന്നൊന്നും ചിന്തിക്കാതെ സ്വതന്ത്രമായി വസ്ത്രമഴിച്ചൊന്ന് വിശ്രമിക്കാൻ ഒരു മറയാണ് അവർക്ക് വീട്. ജീവിതത്തിന്റെ എന്തെന്തെല്ലാം പ്രയോജനങ്ങളാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ്
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് വീട് എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രങ്ങളാകണം. അതിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു വിശാലത കിട്ടാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊന്നും ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ കാണുക? നിങ്ങൾ എല്ലാം പിശാചിൽ നിന്നൊരു സുരക്ഷ കിട്ടുവാനുള്ള വഴികളായിട്ടാണ് ആ പ്രാർത്ഥനകളൊക്കെ നിശ്ചയിച്ചു വെച്ചത്. ഈ പിശാചിന്റെ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിന്റെ ആഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു പക്ഷേ പിശാച് മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഉപദ്രവങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഭിന്നിപ്പ്, ഒരു ശത്രുത, ഒരു ഐക്യമില്ലായ്മ, ഇതുണ്ടാക്കി കഴിഞ്ഞില്ല സഹോദരങ്ങളെ. കല്യാണം കഴിച്ചത് മുതൽ മരിച്ചു പിരിയുന്നത് വരെ ഒരു ഭാര്യയും ഭർത്താവും വീടിനുള്ളിൽ ഫൈറ്റിലാണെങ്കിൽ, യുദ്ധത്തിലാണെങ്കിൽ, സമരത്തിലാണെങ്കിൽ എന്താണ് ആ ജീവിതത്തിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അയാൾക്ക് ഏതെങ്കിലും ജീവിതത്തിൽ സമാധാനം കിട്ടും? ഞാൻ പറഞ്ഞ പിശാച് ഇടപെടുന്നതെല്ലാം നമുക്ക് അവിടെ ഒരു ശാന്തമായ ഭക്ഷണം സാധ്യമല്ല, ഉറക്കം സാധ്യമല്ല, ഒരു ശാന്തമായ ഒരു നിദ്ര പോലും സാധ്യമല്ല. അതുകൊണ്ട് ആ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്ന് വിചാരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും ആ പിശാചിൽ നിന്നുള്ള രക്ഷയെ കുറിച്ചാണ്. സൂറത്തുൽ ബഖറ ഓതുന്നതിനെ കുറിച്ച് നമുക്കൊക്കെ പരിചയമുള്ള ഹദീസാണ്. ഇന്ന ശൈത്താൻ യംഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്നും പിശാച് ഓടി അകലുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നിങ്ങൾ പിശാച് നമ്മുടെ വീടിൽ സ്ഥാനം പിടിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷ കേന്ദ്രം ഏതാണെന്ന് ശൈത്താന് മനസ്സിലായിട്ട്, താമസിക്കണ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ശൈത്താന് മനസ്സിലായി. അതുകൊണ്ട് പിശാച് എങ്ങനെ സ്വസ്ഥതല്ലാതെ ആക്കാൻ പറ്റും എന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും വീട്ടിലാണ് നടത്തുന്നത്. അപ്പൊ ഇതൊന്നും ഈസിയായും തമാശയായും നമ്മൾ കാണാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഗൗരവപരമായി നിങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് നോക്കൂ. നിങ്ങൾ ഏത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു, ഇദാ ദഖല അർറജുലു ബൈതഹു, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ, ഹീന യദ്ഖുൽ, അവൻ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹിനെ സ്മരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ഹീന യത്അം, അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും, കാല ശൈത്താൻ, പിശാച് പറയും, ലാ മബീത വലാ അശാ, അവനിവിടെ താമസ സ്ഥലമില്ല, അവന് രാത്രി ഭക്ഷണമില്ല. പിശാചിനെ രാത്രി ഭക്ഷണം അവിടെ അല്ല എന്ന് പറയും. കാരണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന് അന്യമാകുമ്പോൾ അവിടെ പിശാച് വരും. ഇതിനെ ശൈത്താൻ വീട്ടിൽ തന്നെ വരുന്ന സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ വചനങ്ങളൊന്നും നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റൂല. ശൈത്താനെ പറ്റി നമ്മൾ അന്ധവിശ്വാസികളാണെന്ന് ചേർത്ത് പറയാൻ ജിന്നിനെയും ശൈത്താനെയും ചേർത്ത് പറഞ്ഞപ്പോൾ, ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ, പൈശാചിനെ കുറിച്ചുള്ള ശരിയായ പഠനങ്ങളും ചിന്തകളും ആലോചനകൾക്കൊന്നും സഹോദരങ്ങളെ നമുക്കിത് തടസ്സാക്കാൻ പറ്റില്ല. കാരണം തരും, മനുഷ്യന്റെ ജീവിതത്തെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും അകറ്റുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ? യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരു സ്വർഗം നഷ്ടപ്പെടുത്തൽ തന്നെയല്ലേ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. അതില് കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ പിതാവിനെ മാതാപിതാക്കൾ സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് പോലെ എന്താക്കാതിരിക്കട്ടെ, നിങ്ങളെയും അവൻ പുറത്താക്കാതിരിക്കട്ടെ എന്നാണ്. പിശാചിന്റെ ഏറ്റവും വലിയ ശ്രമങ്ങൾ മനുഷ്യന്റെ എല്ലാ അനുകൂലാവസ്ഥകളും ഇല്ലാതിരിക്കാനാണ്. ഒരുപക്ഷെ നമുക്ക് ആ തോന്നുന്ന ഭീരുത്വങ്ങൾ, ക്ഷീണം, അസ്വസ്ഥത, രോഗങ്ങളിൽ പല കാര്യങ്ങളും, ഇതിനൊക്കെ പൈശാചികതയുമായി ബന്ധമുണ്ട്. അപ്പോൾ പിശാചിൽ നിന്നും മുക്തമായ ഒരു ജീവിതാവസ്ഥ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും വരുത്തുക എന്നുള്ളതിൽ വളരെ പ്രസക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ശരിയായ ഇസ്ലാമിലേക്കും ദീനിലേക്കും മനസ്സമാധാനത്തിലേക്കും വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിച്ചു തുടങ്ങണം നമ്മുടെ വീടിനെ കുറിച്ച്. ഇന്ന് വൈകുന്നേരം നമ്മൾ കുടുംബസമേതം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സമാധാനകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ഉണ്ടാക്കാൻ നമ്മുടെ ചില പരിശ്രമങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ, ഒരു വീടിന്റെ നല്ലൊരു അന്തരീക്ഷത്തിന് എന്താണ് ആവശ്യം എന്ന് പറയുമ്പോൾ അതിന്റെ അനിവാര്യമായ ചില ഘടകങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും ഒന്നാമത്തെ ഘടകം ഭാര്യ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു കുടുംബ ജീവിതത്തിന്റെ വീടിന്റെ എല്ലാം അവളാണ്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അതിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു ചൂലും തുടച്ചു കഴിഞ്ഞ ബക്കറ്റും പാത്രവും തുടച്ച വെള്ളത്തിൽ കറ പിടിച്ച വെള്ളമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വീട്ടിലെ സഹോദരി ഒന്നില്ലെങ്കിൽ രോഗിയാണ്, അവർക്ക് എന്തോ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ വീട് അങ്ങനെയാണ്.
സഹോദരങ്ങൾ, അത് ചെറിയൊരു കാര്യം. ഞാൻ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ എന്റെ ഒരു ഡ്രസ്സ് ഇസ്തിരിട്ട് കിട്ടാത്തൊരു പ്രശ്നം മാത്രമല്ല ഭാര്യയുടെ സൂക്ഷ്മതക്കുറവ് കൊണ്ടും അവളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും ഉണ്ടാവുന്നത്. എന്റെ കുട്ടികൾ ഈ സമൂഹത്തിന് ഒന്നും കൊള്ളരുതാത്തവരായിട്ടേ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. അതായത് എന്തിൽ നിന്നാണ് സഹോദരൻ? നല്ല ഭൂമിയിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ. നിങ്ങൾ നല്ല വൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിൽ എന്തെങ്കിലും കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര സമൃദ്ധമായിട്ടാണ് അത് വളരുക. അതിന്റെ ഇല നോക്കൂ നിങ്ങൾ, ശരിക്കും പച്ചങ്ങട് കറുത്തിട്ടുണ്ട് അതിന്റെ ഫലഭൂഷ്ടി കൊണ്ട്. അത് എത്ര പെട്ടെന്നാണ് വളർന്നു വരുന്നത്. ഓരോ ദിവസവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാണ് നമ്മുടെ മുറ്റത്ത് അത് പന്തലിച്ചു വരുന്നത്. കാരണം എന്തേ? നല്ല മണ്ണാണെന്നതേ ഉള്ളൂ. എന്നാൽ നേരെ മറിച്ചു വല്ലതീ ഹബുസ, എന്നാൽ ഫലഭൂയിഷ്ടിയില്ലാത്ത ഒരു മണ്ണിലാണ് നട്ടതെങ്കിൽ ലാ യഖ്റുജു ഇല്ലാ നകിദ, ലാ യഖ്റുജു ഇല്ലാ നകിദ, വളരെ കുറച്ചു മാത്രമേ അതിൽ നിന്ന് വിളകൾ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഒരു ഭാര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപക്ഷെ നമുക്ക് കേട്ടൊരു ഹദീസ് നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അദ്ദുനിയാ കുല്ലുഹാ മതാ. ഈ ദുനിയാവ് മുഴുവനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമാണ് സഹോദരങ്ങളെ. തണുപ്പിനും ചൂടിനും ജീവിതത്തിലെ എല്ലാറ്റിനും ഒരു ആസ്വാദനമുണ്ട്. ഒന്നൊരു തരി പഞ്ചസാര പോലും വീഴാത്ത ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ആസ്വാദനമുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല സദ്വൃത്തയായ ഒരു സ്ത്രീ നമ്മളോടൊപ്പം ഉണ്ടോ സഹോദരങ്ങളെ? ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അതാണ്. അത് ഒരു ശാരീരിക ബന്ധത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് മാത്രമാണോ പറയുന്നത്? അല്ല സഹോദരങ്ങളെ. ആ മുഖത്തുള്ള ഒരു പുഞ്ചിരി മുതൽ അവൾ ഇടപെടുന്ന ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന്റെ സ്വാധീനം നമുക്കുണ്ടാകും. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, കല്യാണം കഴിച്ചവരായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഭൂരിപക്ഷം, അല്ലാത്തവരുണ്ടാവുള്ളൂ. രണ്ട് കൂട്ടരോടും നമുക്ക് അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം. ഒന്ന്, വിവാഹിതരാവാത്തവരോട് നമുക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും അധികം ഒരു വിവാഹത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം നിങ്ങളുടെ ഭാര്യ എന്ന്. ഞാൻ പറഞ്ഞത്, ഈ ഒരു ആത്മാർത്ഥമായ ഉദ്ദേശം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ കഴിഞ്ഞു സഹോദരങ്ങളെ അയാളുടെ ജീവിതം. കാരണം പടച്ചോനൊരു തൗഫീക്ക് തരാതെ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടൂല. ഭാര്യ നല്ലവളായി വരിക എന്നുള്ളത് സഹോദരങ്ങൾ അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പരലോകത്ത് പ്രതിഫലം തരാൻ വേണ്ടി തരുന്ന വലിയൊരു പരീക്ഷണമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. അള്ളാഹു നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ? ജീവിതത്തിന് മുഴുവനും ഇഹലോകത്തും പരലോകത്തും ഇണയായി തീരേണ്ട ഒരു സ്ത്രീയെ അന്വേഷിക്കുമ്പോൾ സഹോദരങ്ങളെ, വളരെ വില കുറഞ്ഞ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുന്നവർക്ക് അത് സാധ്യമാകില്ല സഹോദരൻ, സാധ്യമാകില്ല. എന്താ? അവൾക്ക് കിട്ടുന്ന ചെറിയൊരു ശമ്പളം, ആ ശമ്പളം കിട്ടുകയാണെങ്കിൽ ജീവിതം നടന്നു പോകാലോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ സഹോദരങ്ങളെ. അതിനുവേണ്ടി നടത്താൻ പറ്റിയതാണോ? നമ്മുടെ ജീവിതത്തിൽ വരുമാനം കിട്ടാൻ 100 കച്ചവടം നമുക്ക് തുടങ്ങിക്കൂടെ സഹോദരങ്ങളെ? 100 കച്ചവടം ഒന്നുമില്ല. നാല് ചെടികൾ കൊമ്പ് മുറിച്ച് ഒരു ചെറിയ ബാസ്കറ്റിലോ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിലോ വെച്ചാൽ 250-നും 300-നും വിട്ടുപോകാൻ പറ്റും സഹോദരങ്ങളെ. പൈസ ഉണ്ടാക്കാൻ എന്താ ഹലാലായി എന്തൊക്കെ മാർഗമുണ്ട്. ഒരു നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനും അത്താണിയാവേണ്ട, കുടുംബത്തിന് വീടിന് വീടിന് മുഴുവൻ നായികയാകേണ്ട ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നത് അവളിങ്ങനെ പുറത്തിറങ്ങി സാരിയും ചുറ്റിപ്പോയിട്ട് കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി എന്ന വില കുറഞ്ഞ ഉദ്ദേശം വെച്ച് കല്യാണം കഴിച്ചാൽ അയാൾക്ക് എന്താ സഹോദരങ്ങളെ കിട്ടുക? അത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടല്ലോ പ്രയോജനം ഉണ്ടാവും. മനസ്സിലായി? എനിക്ക് പ്രത്യേകിച്ചൊരു അനുഭവം ഉണ്ട്. എന്താ വെച്ചാൽ രണ്ടാൾക്ക് ജ്യേഷ്ഠനും അനുജനും വന്നിരിക്കുകയാണ്. എന്തിനാ വന്നു വെച്ചാൽ അനുജൻ മാനസിക അസ്വസ്ഥതയാണ്, അതുകൊണ്ട് അവനെ ഒന്ന് സംസാരിക്കുന്നതാണ് കൊടുന്നതാണ്. അതിന് അവനോട് പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാൽ ജ്യേഷ്ഠന് സുഖമല്ല, അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇന്നെ ഒന്ന് കൊണ്ടോണം എന്ന് പറഞ്ഞാണ് ജ്യേഷ്ഠൻ അനുജനെ കൊടുന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സാധാരണ വന്നപ്പോ ഞാൻ ആ കൺഫ്യൂഷനായി, ആർക്കാണ്? രണ്ടാളും അനുജൻ പറയുന്നത് ജ്യേഷ്ഠനാണെന്ന്, ജ്യേഷ്ഠൻ പറയുന്നു അനുജനാണ്. അപ്പൊ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നുന്നത് എന്താ വെച്ചാൽ കൊണ്ടുവന്ന ജ്യേഷ്ഠനോടാണ് കൂടുതൽ പറയുന്നത്. രണ്ടാക്കും പ്രശ്നമില്ല എന്നാണ് എന്റെ നിഗമനം. ഞാൻ അത്ര വലിയ ആളൊന്നല്ലാത്ത എനിക്കെന്റെ നിഗമന പ്രകാരം അങ്ങനെ. ഏതായിരുന്നാലും അനുജൻ കുറച്ചൊരു സെലഫി ആദർശമൊക്കെ നന്നായി സ്വീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അത് ജ്യേഷ്ഠന്മാർക്ക് അത്ര മനസ്സ് കയറാത്തോണ്ട് അവർക്ക് അനുജന്റെ കാട്ടിക്കൂട്ടിലൊക്കെ ഒരു ഭ്രാന്തായിട്ട് തോന്നുന്നു. ലോൺ എടുക്കാൻ പറഞ്ഞാൽ ലോൺ എടുക്കൂല. അതേപോലെ തന്നെ എന്താ വെച്ചാൽ അതേപോലെ തന്നെ ഭാര്യന്റെ ഡ്രസ്സിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് അത് സമ്മതിക്കൂല. എന്തെങ്കിലും ചെറിയ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ അംഗീകരിക്കൂല. എന്നാൽ ജ്യേഷ്ഠന്മാരൊക്കെ ആണെങ്കിൽ സ്ഥിരമായി പൈസയും ലോണും പരിപാടിയൊക്കെ ആയിട്ട് ജീവിതം ഒരു വിലക്കും എത്താത്ത ആളുകളാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയില്ല. ആരെ കുടുംബം എന്ന് ഞാൻ പറയണില്ല, സ്വാഭാവികമായിട്ട് ഒരാളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വല്ലാത്തൊരു കഷ്ടപ്പാട് നമ്മൾ കാണും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം അവൻ ഭാര്യക്കാണ് പണയം വെച്ചിരിക്കുക.
നമുക്ക് വിശ്വസിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ അവന്റെ വൈഫ് ഹൗസിൽ ഉണ്ടായി കൊടുത്തൊരു വീട്ടിൽ താമസിക്കുന്നത് അല്ല പ്രശ്നം. എന്ന് പറഞ്ഞാൽ ആ വൈഫിന്റെ വീടും അവന്റെ അളിയന്മാരും ആളുകളുടെയൊക്കെ ഒരു ആളായിട്ട് അവർ കൊടുക്കുന്ന പോക്കറ്റ് മണി കൊണ്ട് ജീവിക്കുക, അവർ പെട്രോൾ അടിച്ചു കൊടുത്താൽ ആ കാറ് പോവുക. എന്താന്ന് വെച്ചാൽ ആ ജീവിതത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ അത്ര ഭയാനകം. ഞാൻ പറഞ്ഞത്, ഒരു കുടുംബം എന്നത് നമ്മുടെ കൺട്രോളിൽ ശരിയായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇണപ്രധാനമാണ് സഹോദരങ്ങൾ. ചില ആൾക്കാർ ചൊറുക്ക് നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ സൗന്ദര്യം നോക്കുന്നത്, പക്ഷെ സൗന്ദര്യമൊക്കെ സഹോദരങ്ങളെ എന്നും ഒരു വിനയാണ്, വേണ്ടാന്ന് പറയാനാണ്. കാരണം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സുന്ദരിയാണ് എന്നുള്ളൊരു ബോധം മനസ്സിൽ ഉണ്ടായാൽ തന്നെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സേ അവൾ ധരിക്കുള്ളൂ. എന്താണ് കൊടുത്താലും ഇത്രയും നല്ലൊരു സൗന്ദര്യം പുറത്ത് കാണിക്കാതെ ഇറങ്ങിപ്പോണതിനെ പറ്റി ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കുറെ സമയം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ ദീനല്ലാതെ എന്താഗ്രഹിച്ചാലും അതെന്തായിരിക്കും, നമുക്ക് വിപത്തെ ഉണ്ടാക്കും. സാധാരണ നമ്മുടെ വീട്ടിലെ വലിയൊരു അഭിപ്രായ വ്യത്യാസം, പെൺകുട്ടിനെ എപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണം, പെൺകുട്ടിനെ എപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണം, ഒരു പുരുഷൻ എപ്പോൾ കല്യാണം കഴിക്കണം എന്നതിനൊക്കെ സഹോദരങ്ങളെ ഒരേ ഉത്തരമാണ്. ഏതാണ് ആ ഉത്തരം എന്നറിയെങ്കിൽ ഞങ്ങൾ പെൺകുട്ടിയോട് പറയാൻ എന്താണെന്ന് വിചാരിച്ചാൽ, നിന്നെ എല്ലാ അർത്ഥത്തിലും നല്ല ദീനും നിന്റെ ഭൗതിക കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ നീ എന്ത് ചെയ്യണം, വിവാഹത്തിന് തയ്യാറായിക്കൊള്ളണം. യാതൊരു സംശയം. അത് മാത്രമാണ് വിവാഹത്തിന്റെ സമയം സഹോദരൻ, വിവാഹത്തിന്റെ പ്രായം ഒക്കെ അതാണ്. ഇതാ അത്താക്കുമ്മൻ തെർലൗര ഹുൽക്കഹു ഒത്തിയ, ദീനും സ്വഭാവവും നല്ലതായിട്ട് ഒരാൾ വന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇല്ലാത്ത ആരും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാവും. അതൊരു വല്ലാത്ത വ്യാപകമായ കുഴപ്പം തന്നെ സഹോദരങ്ങളെ. അവൾ ചാടിപ്പോകും, അന്യ ആളുകളെ കൂടെ പോകുന്നൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളും. ആ കുഴപ്പം മാത്രമല്ല എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം നരകമാകും. നല്ല സ്വഭാവവും വിശുദ്ധിയുമുള്ള ഒരു നല്ല ദീനുള്ളവൻ വന്നപ്പോൾ അവന്റെ ഡിഗ്രി പോരാ, അവന്റെ പദവി പോരാ, അവന്റെ പണം പോരാ, വീടിന്റെ വലിപ്പം പോരാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും സഹോദരങ്ങളെ അപകടത്തിൽപ്പെടും. അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികൾക്ക് അനുസരിച്ചുള്ള സാമ്പത്തികാവസ്ഥ ചുറ്റുപാടും നോക്കണ്ടെന്നൊന്നും ഇതിനർത്ഥമില്ല സഹോദരൻ. അതൊക്കെ നോക്കിക്കൊള്ളി. പക്ഷെ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ദീനിന്റെ കാര്യങ്ങൾക്കാകുന്നു എന്നാണ്. അങ്ങനത്തെ ഒരു സ്ത്രീ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ മാറ്റം ഉണ്ടാകും. പക്ഷെ വിവാഹം കഴിച്ചവർക്ക് സഹോദരങ്ങളെ എന്താ ചെയ്യുക? ഇനിയിപ്പോ അത് സെലക്ട് ചെയ്ത് കല്യാണം കഴിക്കാൻ പറ്റും. അവിടെയുമുണ്ട് പരിഹാരം. നമ്മൾ ശ്രമം നടത്തണം. ഞാൻ പറയുന്നത് ഏറ്റവും അധികം മാറ്റം ഉണ്ടാകുക സ്ത്രീകൾക്കാണ്, ഒരു സംശയക്കാര്യത്തില്ല. ഇപ്പൊ സാധാരണ കുറച്ചൊരു ദീനി ചിട്ടക്കളാണ് നിങ്ങളെ ഭാര്യ എന്നുണ്ടെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഓതിയിട്ട് എവിടെ എത്തി, ഖുർആൻ എവിടെ എത്തി. അല്ല, ഇപ്പൊ തറാവീഹിന് പോണല്ലോ, ഇപ്പൊ ഒന്ന് കടന്നാ പിന്നെ തറാവീഹ് കിട്ടൂ. സഹോദരങ്ങളെല്ലാം കൂടുതൽ താല്പര്യം അവർക്കാണ് ഉണ്ടായിരിക്കുക. ഒരു ക്ലാസ്സിന് പോകണ്ടെന്ന് നമ്മൾ മടിച്ചിരുന്നാലും നമ്മളെ പിടിച്ചു കൊണ്ടുപോകുക അവരായിരിക്കും. ഞാൻ പറഞ്ഞ സ്ത്രീകളിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയിൽ നമ്മൾ ദീന് വന്നു കഴിഞ്ഞാൽ ആ ദീന് നമ്മളിലേക്ക് വരും, നമ്മുടെ കുട്ടികളിലേക്ക് വരും, എല്ലാവരിലേക്കും വരും. ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായിട്ട് അതാണ് അവർ കാണുന്നത്. പല സഹോദരിമാരും പല സംശയങ്ങളും ചോദിക്കുമ്പോൾ ആ സംശയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അവർക്ക് ദീനിനേക്കാളും പ്രിയപ്പെട്ടതല്ല ഒരു ഭർത്താവ്. അത്രമാത്രം ചിന്തിക്കും. ഒരു ദീനി ജീവിതം കൊണ്ട് അവർക്ക് കിട്ടുന്ന സുഖവും സന്തോഷവും സുരക്ഷിതത്വവും അവരെന്താണ് തന്റെ ഭർത്താവിനേക്കാളും പ്രിയങ്കരമായി കാണുന്നു. അതുകൊണ്ട് ദീനുമായി തന്നിൽ സഹകരിക്കാത്ത ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പല സഹോദരിമാരും ഇഷ്ടപ്പെടുന്നേയില്ല. പലപ്പോഴും ഭർത്താക്കന്മാരെ തള്ളി പറയുന്ന ഒരു അവസ്ഥ പെണ്ണുങ്ങൾക്ക് തീരെ കാണാറില്ല. അത് കാണുന്ന അപൂർവ സന്ദർഭം എപ്പോഴാരെങ്കിലും അയാൾ ഇനിയിപ്പോൾ ഒരു ജോലി ഇല്ലാതെ നടന്നു, ഒരു നിലക്കും ഒരു വരുമാനം കൊടുക്കണില്ല, അവളെ ഒരു നിലക്കും നോക്കണില്ല, അങ്ങനെയൊക്കെയാണെങ്കിലും അവൾ അവിടെ തന്നെ നിൽക്കും. കള്ളുടിയനാണെങ്കിൽ പോലും അവന്റെ കൂടെ നിന്ന് പോകും അവൾ. എന്ന സഹോദരങ്ങളെ, അവൾക്ക് ദീന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭർത്താവിനില്ലെങ്കിൽ അവൾക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. കാരണം അത്രമാത്രം ജീവിതത്തിൽ ദീനു സ്വീകരിക്കാൻ മനസ്സുള്ളവരാണ് സ്ത്രീകൾ. പക്ഷെ നമുക്കൊക്കെ പറ്റിയ അബദ്ധം എന്താണ് സഹോദരങ്ങളെ? ഞാൻ കുറ്റമായിട്ട് പറയില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെയൊക്കെ സെലഫിയത്തിന് മീറ്ററും വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഓരോന്നും നമ്മുടെ ജോലി സെലഫിയത്തുള്ളതാണോ, നമ്മുടെ താടി സെലഫിയത്തുള്ളതാണോ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ കുറ്റം പറയാനൊന്നല്ല, ഞാൻ ആരോടും അവരെ കുറിച്ച് പറയാറുമില്ല. പക്ഷെ ഞാൻ വെറുതെ എന്റെ മനസ്സിൽ എന്റെ പരിചയം വെച്ചും ബന്ധം വെച്ചും ഞാൻ ചെറിയൊരു അവലോകനം നടത്തിയപ്പോൾ സഹോദരങ്ങളെ, സ്വന്തം സെലഫിയത്ത് വീട്ടുക്കും ഭാര്യക്കും കുട്ടികൾക്കും പോലും ബാധകമാക്കാൻ പറ്റാത്ത പലരും അതിന്റെ നേതൃത്വത്തിന്റെ കൊട പിടിക്കുന്നുണ്ട് എന്നത് എനിക്ക് ആത്മാർത്ഥമായും സത്യസന്ധമായും അവിടെ വീടിന്റെ അകവും പുറവും അറിയുന്നുകൊണ്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് പരാജയപ്പെടുകയാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ. നമ്മൾ പരാജയപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ഭാര്യയെ, നമ്മുടെ വീട്ടുകാരെ ദീനിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തെ ഒരു നിലക്കും സമാധാനവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അത് പറ്റുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധി വരെയൊക്കെ. പക്ഷെ എന്താ പറയുക, ഏറ്റവും ഒന്നാമത്തെ ഘട്ടം എന്താന്ന് വെച്ചാൽ നമ്മളെ പറ്റി ഒരു റെസ്പെക്ട് ഭാര്യയ്ക്ക് തോന്നണം. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ ദീനിന്റെ ഒരു കാര്യം പറയുമ്പോൾ അത് പറയാൻ യോഗ്യനാണ് എന്ന് എന്നെ കുറിച്ചൊരു മതിപ്പ് എന്റെ ഭാര്യയ്ക്ക് വേണം. എന്താ പറയുക, നാട്ടിക്ക് പുറത്തിറങ്ങുമ്പോൾ സഹോദരങ്ങൾ 2 പോസ്റ്റർ ഒട്ടിച്ച് 4 മൗലിമാരുടെ ബന്ധമൊക്കെ ഉണ്ടായി നമ്മൾ പരിപാടികളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമ്മളെ പറ്റി ആളുകൾ പറയും, ഒരു നല്ല പ്രവർത്തകൻ, നല്ലൊരു സ്വീകാരൻ എന്നൊക്കെ പറയും. എന്ന സഹോദരങ്ങളെ ഭാര്യമാർക്ക് അങ്ങനെ ഒന്നും മതിപ്പുണ്ടാവില്ല. എന്താ പറയുക, നമ്മൾ പള്ളിക്കുന്ന അഥവാ ഒരു പറന്ന് വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതും നമ്മളൊരു ബാഗ് വിക്കാമത്തൊക്കെ കൊടുത്ത് 2 സുന്നത്തൊക്കെ അതിന് മുമ്പ് നിസ്കരിച്ച് ബാക്കി ആ നിസ്കാരമൊക്കെ നിസ്കരിച്ച് പോകുമ്പോൾ ഇതൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഏർപ്പാട് തന്നെ കേട്ടോ എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പള്ളിക്കുന്ന ഒരു സുന്നത്ത് വീട്ടിൽ വന്ന് നിസ്കരിച്ച് നമ്മളെ കുട്ടികളോടൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വർത്താനത്തിലും പ്രവർത്തനത്തിലൊക്കെ ഒരു ശ്രദ്ധ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ ആ മതിപ്പ് ഉണ്ടാവുള്ളൂ. ആ മതിപ്പ് ഭാര്യമാർക്കില്ലെങ്കിൽ ലോകത്തുള്ളവരെ ഒക്കെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റും. അതിന് വിശുദ്ധത്തിന്റെ 2 ലഘുലേഖ, ഒരു പുസ്തകമോ സീഡിയുടെ കട ഇറങ്ങിയ സഹോദരങ്ങളെ നാട്ടിൽ മുഴുവൻ നന്നാക്കാം. എന്താ, ഞാൻ എന്റെ അയലോക്കത്തൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ അയലോക്കക്കാരനെ എന്നെ കാണുമ്പോൾ ഒരു മാന്യനായ ഒരു ദീനി പ്രബോധകനെ മനസ്സിലാവുള്ളൂ. അയാൾക്ക് പിന്നെ ഉൾക്കൊള്ളാൻ എന്താ പണി? എന്നാ സഹോദരങ്ങളെ, വിവാഹത്തിന്റെ നാൾ മുതൽ എന്റെ രാവും പകലും പരിചയമുള്ള എന്റെ ഭാര്യയ്ക്ക് എന്നോട് മതിപ്പുണ്ടാവണമെങ്കിൽ എന്റെ സ്വകാര്യ ജീവിതങ്ങൾ നന്നായാലേ പറ്റുള്ളൂ. അതേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അവളെ ക്ലാസ്സിൽ വിളിച്ചാൽ കിട്ടൂല, പറഞ്ഞാൽ കേൾക്കൂല, ഒക്കെ ശരി തന്നെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച്. അപ്പൊ അത് ഇനി പറ്റും സഹോദര, ഈ റമദാൻ കൊണ്ട് പറ്റും. ഒരല്പം സൂക്ഷ്മതയും ഭാര്യയ്ക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ സൂക്ഷ്മത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും അല്ല. നമ്മളെന്താ അറിയും, ജീവിതത്തിലൊരു മാറ്റം. പരലോകത്ത് നമുക്കും മരിച്ചു പോകേണ്ട സഹോദരങ്ങളെ, കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എനിക്കും നിങ്ങൾക്കും വേണ്ടേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും അടക്കത്തിലും ഒതുക്കത്തിലും എല്ലാം ഒരു ജീവിത മാറ്റം. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് സൂറത്ത് യൂസുഫാ ഓർമ്മ വരിക. സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ വ്യക്തിത്വം ഏറ്റവും വലിയ വ്യക്തിത്വം. ഒരു സ്വഭാവ ഗുണവിശേഷണങ്ങൾ ഒരു സ്വീകരിക്കുകയാണെങ്കിൽ ആ സൂറത്ത് യൂസുഫ് ഒന്ന് വായിച്ചാൽ മതി. എന്താ സഹോദരങ്ങളെ ആ മഹത്വം. പിന്നെ ആ അളവ് പാത്രം കിട്ടിയ സമയത്ത് ആ കള്ളനെ പിടിച്ചപ്പോൾ ജ്യേഷ്ഠന്മാരെന്താ പറയുക, അവൻ മോഷ്ടിച്ചു വല്ലേ പക്കത്ത് സറക്കാഹും മീൻ കബലും. അവന്റെ ജ്യേഷ്ഠണ്ടല്ലോ, ഓനും പണ്ട് കട്ട ഒരാളാണ്. ആരാ കള്ളനറിയിക്ക്, അവരാരെ മുമ്പിൽ, യൂസുഫ് നബിന്റെ മുമ്പിലാക്കി. ഓനും പണ്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് യൂസുഫ് നബിനെ പറ്റി പറഞ്ഞ ആള് അവസാനം ഇവർ സഹോദരന്മാരാൻ തിരിച്ചറിയുമ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേൽ യാതൊരു നടപടികളും ഇല്ല എന്ന് പറയാൻ മാത്രമുള്ള ആ മനസ്സ് ആർക്കുണ്ടാവും സഹോദരങ്ങളെ? ആർക്കുണ്ടാവും? ജയിലിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രാജാവ് വിട്ടുകൊണ്ടിരാൻ നിൽക്കുമ്പോൾ പറഞ്ഞൊരു വാക്കെന്താണെങ്കിൽ, തിരിച്ചു പറഞ്ഞ വാക്കെന്താ, ഇന്നെ വിട്ടുകൊണ്ടിരുന്നെങ്കിൽ എന്റെ നിരപരാധിത്വം തെളിയണമെന്നാണ്. എന്നിട്ട് ആ പടം കൊടുത്ത മുഴുവൻ പെണ്ണുങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവരെ മൊഴി എടുത്തിട്ട് 100% നിരപരാധിയാണെന്ന്. ആർക്കാ പറ്റിയ? ഒരു അന്യ സ്ത്രീ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വീട്ടിൽ സഹോദരങ്ങളെ വർഷങ്ങളോളം കഴിച്ചു കൂട്ടിയിട്ടും ആ പെണ്ണ് ഇങ്ങോട്ടേക്ക് വൈകാരികമായ ഒട്ടേറെ പെരുമാറ്റങ്ങൾ കാണിച്ചിട്ടും അങ്ങോട്ട് തിരിച്ചൊരു നോട്ടത്തിൽ പിഴച്ചിട്ടില്ലെന്ന് ആത്മധൈര്യത്തോടുകൂടെ രാജാവിന്റെ മുന്നിൽ പറയുന്ന ഒരു വ്യക്തിത്വത്തെക്കാളും സഹോദരങ്ങളെ പരിശുദ്ധമായ വ്യക്തിത്വമുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു വ്യക്തിത്വം നമുക്ക് പറയാൻ കഴിയുന്നത്, ഇന്റെ ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ശരി, ഇന്റെ അടുത്തൊരു കുഴപ്പമില്ലാന്ന് സഹോദരങ്ങളെ ആത്മവിശ്വാസം നമ്മുടെ വ്യക്തിത്വത്തിനെ നമ്മുടെ മതിപ്പിലെടുത്തിട്ട് പറയാൻ നമുക്ക് പറ്റുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളോട്, അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പിറ്റേന്ന് മുതൽ നിങ്ങളുടെ ഭാര്യ മാറി തുടങ്ങും. സഹോദരിമാരോട് തിരിച്ചു എനിക്ക് പറയാനുള്ളതുണ്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ മാറ്റിക്കൊണ്ടിരാനുള്ള ഏറ്റവും ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇത് വലിയ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോവും, ഇതിപ്പോ എന്താ പന്റെ അടുത്തുള്ളത് എന്ന് ഭർത്താവിന് ചോദിക്കാൻ ഒരവകാശം ഉണ്ടായാൽ, ഒരർഹതയുണ്ടായാൽ അയാളെ നന്നാക്കാൻ സഹോദരിമാരെ നമുക്ക് പറ്റില്ല. അതുകൊണ്ടൊരു മാറ്റം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വരുത്തുമ്പോൾ ഭാര്യമാര് മാറി വരുന്നതാണ്. പിന്നെ ചെറിയ പെരുമാറ്റ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഞാൻ എപ്പോഴും ഈ കുടുംബ ബന്ധമായ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സഹോദരങ്ങൾ ഒരു സ്മൂത്തായ ഒരു സ്നേഹത്തിലുള്ളൊരു വർത്തമാനം സത്യത്തിൽ വീട്ടിൽ നടക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. വീട്ടിലൊരു സംസാരം, വീടിന്റെ മുഴുവനും പ്രശ്നം വീട്ടിൽ ചെല്ലാൻ തോന്നാത്തതെന്ന് വെച്ചാൽ അവിടെയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ചീത്ത പറയലും. വേഗം ദേഷ്യം പിടിച്ചാൽ ഭാര്യ കുറെ ഇങ്ങോട്ട് പറയും, ഭർത്താവ് കുറെ അങ്ങോട്ട് പറയും. കുട്ടികൾ അതൊക്കെ കേട്ടൊരു മൂലക്ക് എങ്ങനെ ദുഃഖിച്ചു പോയി നിൽക്കും. പാപ്പന്റെ കൂടെ ചേരണം, ഉമ്മന്റെ കൂടെ ചേരണം. സഹോദരങ്ങൾ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് അവിടെ എങ്ങനെ വർത്താനം, അവിടെ എത്ര സ്നേഹത്തിലാ വർത്താനം പറയണത് നമ്മള്.
അങ്ങാടി പോയാൽ എത്ര നമ്മൾ 100 കണക്കിന് കച്ചവടക്കാരെ നമ്മൾ പിരിച്ചു വിടുന്നില്ല. ഇവിടെയൊക്കെ എത്ര സന്തോഷത്തിൽ നമ്മൾ വർത്താനം വേണ്ടത്. വീട്ടിൽ മാത്രം ചാടിക്കളിച്ചേ വർത്താനം പറയുള്ളൂ എന്നൊരു വാശി എന്തിനാണ് സഹോദരങ്ങൾ? സ്നേഹ സൗഹൃദത്തിന്റെ വർത്തമാനങ്ങൾ വീട്ടിൽ വരണം. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കുറയണം. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടിക്കളിച്ച് ദേഷ്യപ്പെട്ട് പറയാനല്ല, സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തിയിട്ട് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോഴേ അതിന് ഉപദേശം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളൊരു സ്നേഹവും സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ദീനി അന്തരീക്ഷം ഉണ്ടാക്കി നല്ലൊരു അവസ്ഥ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം സഹോദരങ്ങളെ. അങ്ങനെ വരുമ്പോൾ കുറെ മാറ്റങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സാധാരണഗതിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസക്തമാണ് സഹോദരങ്ങളെ. ആ വാക്കുമെന്ന് തുടങ്ങണം നമ്മുടെ വീടിന്റെ മാറ്റത്തിന്റെ തുടക്കം എന്നാണ്. അതായത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ റമദാനുക്കും നമ്മുടെ ISM തന്ന ഹദീസുകൾ ഉണ്ടല്ലോ, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലിപ്പോ 2 പ്രാർത്ഥന വന്നു. ഒന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന വന്നു, ഒന്ന് വേറൊരു പ്രാർത്ഥനയും നമസ്കാരത്തിന്റെ ദുബുർ സ്വലാത്ത് ചെല്ലാനുള്ള ഒരു പ്രാർത്ഥനയും വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, തറാവീന് കുറെ ആളുകൾ അപ്പൊ അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുറെ ആളുകൾ, ഞാൻ അതന്നെ എന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് ഞാൻ നോട്ടീസ് ബോർഡിൽ ഇട്ടു. ആൾക്കാരത് എഴുതിയിരിക്കുന്നത് വെറുതെ മൊബൈലൊന്ന് ഫോട്ടോ എടുത്താൽ ആളുകൾക്ക് കൊണ്ടുപോയി പഠിക്കാലോ എന്ന് എനിക്ക്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ആ പ്രാർത്ഥന ഒരാൾ പഠിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഒരാൾ പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഒരാൾ കാണാതെ പഠിച്ചാൽ തന്നെ അയാൾ ഇങ്ങനെ കുറച്ച് ദിവസം ചെല്ലാൻ മറന്നാലേ പിന്നെ അയാൾക്ക് രണ്ടാമത് പഠിക്കണം. അതങ്ങനെയാണ്. നേരെ മറിച്ച് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ അറിയാതെ ചെല്ലിക്കൊണ്ടിരിക്കുക പ്രാർത്ഥന. ഞാൻ അങ്ങനെ ആലോചിക്കണം, ശരിക്കൊരു ദീനിയായ ഒരു വാപ്പയും ഉമ്മയും. ചില സ്കൂളുകളൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് റിലീജിയസ് നിലയ്ക്ക് കുറച്ച് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക, കുറച്ച് ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ. അതൊക്കെ അവർ ആ കുട്ടികൾ ജീവിതകാലത്ത് ഒരിക്കലും ഒഴിവാക്കുക. അപ്പൊ ഞാൻ വെറുതെ പറയാണ്, ഒരു 8ാമത്തെ വയസ്സിൽ ഒരു 10 നന്മ എന്നെ എന്റെ മാതാപിതാക്കളോ ഗുരുനാഥന്മാരോ ശീലിപ്പിച്ചാൽ സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഒരു 70 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ആ 70 കൊല്ലം ശീലമായി ആ നന്മ എന്റെ കൂടെ ഉണ്ടാകും. ഹാഫിദു അല അബ്നാഇക്കും ഫിസ്സലാ. നിസ്കാരത്തിനൊരു പരിശീലനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. നിസ്കാരം ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ആ സുജൂദ് എങ്ങനെ, റുക്കു എങ്ങനെ, നമുക്ക് വെറുതെ ഇങ്ങനെ ആ അത്തഹിയ്യാത്തിനോ ഇടയിൽ അത്തഹിയ്യാത്തിനോ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോ കാല് വെച്ച് നോക്കിയാൽ മതി. ഒരു ചെറുപ്പത്തിൽ ശീലിച്ചൊരു വെപ്പണ് വെക്കും. അപ്പൊ ഒരു കാലിങ്ങനെ ഒന്ന് കടത്തി വെച്ച് മറ്റേ ആ അപ്പണ് പഠിപ്പിച്ച എന്തൊക്കെയാണെന്നറിയുന്നത് അത് അപ്പ ആദ്യമായിട്ട് സുഹൃത്തുക്കൾ, ഇത് ആരെ ചെയ്യാ ആലോചിക്കുന്നത്? ആരെ ചെയ്യാ? ആ കാലം മോനെ ഇങ്ങനെ വെച്ച് ഒന്നിങ്ങനെ നാട്ടി വെക്ക്, ഏതാനും മുതുകൊന്നിങ്ങനെ ആ ലെവലിക്കൊന്ന് ആ റുക്കുവൊക്കെ പോകുമ്പോൾ ഒന്ന് ലെവലിക്ക് വെക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ എത്ര നന്നാവും. സോ അത് ഭയങ്കര കാര്യം. നിസ്കാരത്തിലൊരു പരിശീലനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ തീരുമാനിച്ചാൽ അടുത്ത തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരിക്കുള്ള നിസ്കാരം ഈ സമൂഹം കാണും. അല്ലാതെ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചാലും വലിയൊരു പരിധി. ഞാൻ അങ്ങനെ ആലോചിക്കും, എപ്പോഴെങ്കിലും ആൾക്കാരൊന്ന് ഇമാമത്ത് നിൽക്കുക പറഞ്ഞാൽ നേരെ സൂറത്തുൽ മുൽക്കാണ് എനിക്ക് വരിക. കാരണം അത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചാണ്. ആ സൂറത്തുൽ മുൽക്ക് എവിടുന്ന് ഓതാൻ പറ്റും. നേരത്തെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചത് ഒരിക്കലൊന്ന് മനസ്സിൽ ഓതി വെക്കാതെ നമ്മൾ ഓതിയാൽ തെറ്റിപ്പോകും. ആ പഠനം ഭയങ്കര പഠനമാണ്. ആ ചെറുപ്പത്തിൽ ശീലം നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു. അബ്ദിദൂഹുമുൽ ഖൈർ, നന്മകളെ നിങ്ങൾ അവരെ ശീലിപ്പിക്കണം. ഫഇന്നൽ ഖൈറ ആദ ഫഇന്നൽ ഖൈറ ആദതു. എന്താണ്? ഖൈറുകൾ മുഴുവനും പതിവാണ്. ഒരു ശീലത്തിലൂടെ മാത്രമേ നമുക്ക് ഖൈറിനെ കൊണ്ടുവരാൻ പറ്റൂ. സഹോദരങ്ങൾ, അതാണ് ഇപ്പോഴും നമ്മൾ നോമ്പറക്കുമ്പോൾ നമ്മൾ നല്ല ആൾക്കാരും എന്ത് ചെയ്യും, പിടിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് പിടിക്കും. അവിടെ പറയുന്നത് വലത്തെ, അപ്പൊ ഓർമ്മ വരും, ഭയങ്കര കുറ്റബോധമായിരിക്കും, വേഗം വലത്തെ കൈക്ക് മാറ്റി പിടിക്കും. സഹോദരങ്ങളെ, ചെറുപ്പത്തിൽ ഒരാളെ ശീലിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ്. പല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും. അവിടെ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളൊരു മാറ്റം ഉണ്ടാക്കുക എല്ലാറ്റിനും. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മുടെ വൃത്തി, വീടിന്റെ ആ വൃത്തി സംസ്കാരം ഉണ്ടല്ലോ, നമ്മൾ ആ വീടിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റും നമുക്ക്. കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നാൽ, മുതിർന്ന പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നാൽ ആ പായം കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. സഹോദരങ്ങളെ, എന്തൊരു വൃത്തി! ഇതൊക്കെ ആരെ ഒന്ന് നേരാക്കി കൊണ്ടുവരിക. വാഷ് ബേസിലേക്ക് ഒന്നും ചെല്ലാൻ പറ്റൂല. പാത്രങ്ങളൊക്കെ കഴുകാതെ പടച്ച തമ്പുരാനെ, അടുത്തൊരു തലമുറയെ നമുക്ക് എന്താകും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അടുത്ത തലമുറ എന്താ നിങ്ങൾ ഒരു പെൺകുട്ടിയോട് ഈ അടുത്ത കാലത്ത് അവള് വീട്ടിലത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഉമ്മ പറഞ്ഞപ്പോ ഒന്നും ശ്രദ്ധിക്കണില്ല. 10, 20, 22 വയസ്സായി ആ പെൺകുട്ടിക്ക് ഒന്നിനും. ഉമ്മ പനി പിടിച്ച് കഷ്ടപ്പെട്ടാൽ പോലും അടുക്കളയ്ക്ക് അവളൊന്ന് ചെന്ന് നോക്കൂല. അപ്പോ അതൊക്കെ ഒന്ന് ശീലിക്കേണ്ട മോളെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്താ പറഞ്ഞത്? എനിക്ക് അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ എന്താ ആവശ്യമില്ല? ഞാനൊരു പ്രൊഫഷണലായിട്ട് പഠിക്കുകയാണ്, ഞാൻ ജോലി ചെയ്യും, ശമ്പളം വാങ്ങും, വേലക്ക് ആളെ വെക്കുന്നു. സഹോദരങ്ങളെ, അടുത്തൊരു തലമുറയുടെ മനസ്സാണത്. ഞാൻ പറഞ്ഞ ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ ഞാൻ കുറ്റപ്പെടുത്തല്ലോ. ഒരു ചെറിയ ശതമാനത്തിന് ഉറങ്ങലെന്നെ സഹോദരങ്ങളെ പരിപാടി. എന്ന് ഉറങ്ങുക, കടന്നുറങ്ങുക, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, എല്ലാം വേഗം തീരുകയാണ്.
പണ്ടത്തെ കാലത്തൊന്ന് അലക്കണമെങ്കിൽ എന്താ പണി? ഇപ്പൊ അര മെഷീനിൽ ഇടുക, കുറച്ച് സോപ്പും പൊടി ഇടുക, അപ്പൊ വെള്ളമൊക്കെ മെഷീനെ കണക്കായിക്കോളും. ഉണക്കി പുറത്തേക്ക് പോയി എവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു കാര്യത്തിനും ഒരു സംഗതി ഇല്ലാതെ മുന്നോട്ട് പോകും. പിന്നെ കൂടെ ജീവിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണ്. ഇന്നൊന്നും ഇല്ലാർന്ന വേണ്ട, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അത് മാത്രമേ ചോദ്യം സഹോദരൻ. ജീവിതത്തിൽ ഒന്നും ആവശ്യമില്ല, ഏത് നിലക്കും സഹകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകും. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഭാവിയിൽ സഹോദരങ്ങളെ ഈ മടിയും അലസതയും കൊണ്ട് മുന്നോട്ട് പോകും. എന്റെ സഹോദരിമാരെ ഞാൻ പറയാണ്, പൊന്നു സഹോദരിമാരെ, ജോലി ചെയ്തോളൂ, ഭയങ്കര സന്തോഷം കിട്ടും. ഞാൻ പറയും, ശരീരത്തിന്റെ ഭാരം കുറക്കാൻ ശ്രമിക്കുന്നതൊക്കെ മനസ്സിന്റെ ഭാരമായി വരും. അല്ലെ, കുട്ടത്തളത്തിൽ നിറച്ച് പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാതെ കിടന്നാൽ അത് തൽക്കാലം കഴുകാതിരുന്നാൽ ശരീരത്തിന്റെ വിശ്രമം തന്നെയാണ്. എന്നാൽ അത് കഴുകണമല്ലോ എന്ന ബോധം മനസ്സിനുണ്ടാക്കുന്ന ഭാരത്തെക്കാളും വലുതല്ല സഹോദരങ്ങളെ അത് കഴുകുമുണ്ടാകുന്ന ജീവിത പ്രയാസം. എല്ലാ അധ്വാനങ്ങളും ശരീരത്തിന് ഒഴിവാക്കുമ്പോൾ മനസ്സിക്കാണത് വരിക. ഞാൻ പറഞ്ഞ വൃത്തിയുള്ളൊരു വീട്, ആ വൃത്തിയോടൊപ്പം നമ്മുടെ കുട്ടികളും ഭർത്താവും ഒക്കെ സഹകരിക്കണം. ഇപ്പൊ എങ്ങനെ മൂത്രത്തെ കുറിച്ചൊക്കെ നമ്മുടെ സഹോദരിമാരുടെ സങ്കല്പം എന്താ വെച്ചാൽ അത് ഉണങ്ങിയ പിന്നെ രജസാണോ? അല്ലല്ലോ, ഉണങ്ങിയാൽ നമ്മൾ ചോദിക്കണം. ഏത് മാക്സിയിലൊക്കെ മൂത്രമായി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിപ്പോയാൽ പിന്നെ രജസല്ലോ. അപ്പൊ ഒരു ഉദ്ദേശം എന്താ? അടുത്ത് പോയി നിസ്കരിക്കാന്നല്ലേ, ഒന്നും കാണാലോ സഹോദരങ്ങൾ. അപ്പം മറ്റു മതസ്ഥരും നമ്മളും തമ്മിൽ എവിടെയാണ് സഹോദര വ്യത്യാസം? ഫിഖിന്റെ 1-ാമത്തെ അധ്യായം ത്വഹാറത്താണ്. എന്ത് ത്വഹാറത്താ പഠിപ്പിച്ച നമ്മള്? കുട്ടികള് ഉള്ളത്തെ ബാത്റൂമിലാണ് പോവുക, എന്നിട്ട് മൂത്രമൊഴിക്കുക, അത് പകുതി ദേഹത്തും ഒക്കെ ഉണ്ടാക്കിയിട്ട് വരിക, ആ കാലിട്ട് നേരെ കാലും കൂടി കഴുകാതെ ഡൈനിങ് ഹാളിൽ കയറുക, അവിടെ നമ്മൾ നിസ്കരിക്കുക, അതിൽ നമ്മൾ നടക്കുക, നേരെ മുസല്ലയിലേക്ക് കയറുക, നിസ്കാരക്കുപ്പായം ധരിക്കുക. സഹോദരങ്ങളെ, ഏതൊരവസ്ഥയിലേക്കാണ് സമൂഹം പോകുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ വീടിന്റെ സംസ്കാരങ്ങളെ കുറ്റപ്പെടുത്തി നമുക്ക് മാറ്റിക്കൊണ്ടുവരണം സഹോദരങ്ങളെ. എല്ലാ നന്മകളും അവിടെ വരുന്നൊരവസ്ഥയിലേക്ക് വരണം. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സഹകരണ മനസ്ഥിതിയിലേക്ക് വീടിനെ മാറ്റണമെന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാവുന്നതിനെ നോക്കി നിങ്ങൾ. പിന്നെ ഇമാം ബുഖാരിന്റെ ഹദീസാണ്, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഞാൻ രാത്രി നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? രാത്രി നിസ്കാരം പറയാനല്ല ഞാൻ ഈ ഹദീസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാമമിനൽ ലൈലി, രാത്രിയിൽ നിന്നും അദ്ദേഹം രാത്രിയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റു, എന്നിട്ട് ഫസ്വല്ല നിസ്കരിച്ചു. ഫഅയ്ഖള ഇംറഅതുഹു, അവന്റെ ഭാര്യയെ അവൻ വിളിച്ചുണർത്തി. ഫസ്വല്ലത്ത്, എന്നിട്ട് അവളും നിസ്കരിച്ചു. സഹോദരങ്ങളെ, അതാണ് അവസ്ഥ. നമ്മളുടെ എല്ലാ ദീനി കാര്യങ്ങളിലും നമ്മുടെ ഭാര്യയെ പങ്കാളിയാക്കുക. നമ്മുടെ ഭാര്യ എവിടെ എത്തി ഓതി എത്ര ജുസായി, ആ മത്സരം നമ്മുടെ ഭാര്യയോടാവട്ടെ. എന്ത് കാര്യങ്ങളും സഹോദരങ്ങളെ ആ നിലക്കൊരു സഹകരണത്തോടെ വീട്ടിൽ ദീനി കാര്യങ്ങളെ ചെയ്യാം. എന്നിട്ട് പറയാണ്, ഇൻ അബത്, അങ്ങനെ അവള് നിസ്കരിക്കാൻ നീക്കാതിരിക്കുകയാണെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. മുഖത്ത് വെള്ളം കൂടാൻ ശിക്ഷയായിട്ടല്ല, ഒരു തമാശയായിട്ട് വെള്ളം കുടഞ്ഞ് അവൾ ഉണർത്തി. നോക്കൂ, നിങ്ങൾ അത് പറഞ്ഞു നിർത്തിയില്ലല്ലോ, അതേ കാര്യം പിന്നെ തിരിച്ചു പറയാം. ഒരു സ്ത്രീയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൾ ഭർത്താവിനെ വിളിച്ചുണർത്തി. കാമത്തുമിനല്ലയിൽ അവൾ രാത്രി എഴുന്നേറ്റു. അവൾ നമസ്കരിച്ചു. ഭർത്താവിനെയും വിളിച്ചുണർത്തി. അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ എന്താണ്? അവന്റെ മുഖത്ത് അവൾ വെള്ളം കൊടുഞ്ഞു. സഹോദരങ്ങൾ, എല്ലാ പുണ്യങ്ങളും പരസ്പരം ചോദിച്ചറിഞ്ഞും പറഞ്ഞും ചോദിച്ചും അത് വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി ചെയ്യുക. നമ്മളെ മക്കളും കുട്ടികളും എല്ലാവരും അത് കൂടി ചെയ്യുക. ഒരു പുസ്തകം കിട്ടിയാൽ അത് നമ്മൾ വായിക്കുക, ഭാര്യ കൊടുക്കുക. ഒരു CD നമ്മൾ ഒന്നിച്ച് കാണുക, നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഉറങ്ങാൻ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ഇരുന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൗഹാർദ്ദപരമായി പറയാം. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ സഹോദരങ്ങളെ, അത് നമ്മുടെ എല്ലാം കാണിക്കാനുള്ള ഷോപ്പിംഗ് ആയിട്ടും അന്നല്ല, നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ സൗഹാർദ്ദപരമായി നമ്മുടെ കുടുംബം മാത്രം ഒന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും തമാശകൾ പറയാനും കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനൊരു സമയം. സഹോദരങ്ങളെ, എന്ത് നമുക്ക് നഷ്ടം ആലോചിക്കുന്നത്? ഈ യാത്ര, ഈ കുടുംബ യാത്ര, ഈ സമാധാന തോണി സഹോദരങ്ങളെ സ്വർഗത്തിന്റെ തീരത്താണ് അണയുന്നത്. നമ്മൾ ഒന്നിച്ച് സ്വർഗത്തിന്റെ തീരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്ന് കൈവിട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മക്കളിൽ ഒന്ന് കൈവിട്ടു പോയാൽ എന്താകും അവസ്ഥ? നാം ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കണിശമായി നമ്മുടെ വീടിനെ ഒരു ധാർമ്മികമായ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും നമ്മളെല്ലാവരും ആലോചിക്കണം. നമ്മുടെ വീടിന് അനുഗ്രഹവും കാരുണ്യവുമായി തീരാവുന്ന കാര്യങ്ങളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിൽ ഏറ്റവും പ്രധാനമായതാണ് ഒന്ന് ഖുർആൻ പഠനം, ഖുർആന്റെ പഠനം. ഞാൻ പറഞ്ഞത് പ്രധാനമാണ് സഹോദരങ്ങൾ. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ? ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഓൽക്കൊക്കെ പറ്റിയ ക്ലാസ്സും പരിപാടിയുണ്ട്. നോക്ക്, നിങ്ങൾ ഇപ്പൊ വായിക്കാൻ സൂറത്ത് ആൽ ഇംറാൻ ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീട്ടില് ഉമ്മയും മകളും പരീക്ഷ ചെയ്താണ് അല്ലെ? അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും പരീക്ഷ ചെയ്താണ്.
സഹോദരങ്ങൾ, ഇതൊക്കെ ദീനിന്റെ രംഗത്ത് അല്ലാഹു നമുക്ക് തന്ന മഹാ സൗഭാഗ്യങ്ങള്. നമ്മളൊക്കെ ഇതിനെ വില കുറച്ച് കാണും. ഇതൊക്കെ ആൾക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു വെച്ചാൽ ചെറിയ ഗ്രൂപ്പ് മത്സരങ്ങളായിട്ടാണ് കാണുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുറേ ദൂരം നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ നമ്മളെ ടൗണിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ വിശുദ്ധത്തിന്റെ ഒരു കിറ്റ് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം ആശയപരമായി നമ്മുടെ കൂടെയുള്ള ആളല്ല, എന്റെ സുഹൃത്താണ്, എന്റെ സഹപ്രവർത്തകൻ. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തമാശയുടെ ഒരു കമന്റ് എന്താ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളെ എല്ലാ ഗ്രൂപ്പും മത്സരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ഗ്രൂപ്പിന്റെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ്. ഇതിൽ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതും ഞങ്ങൾ ഈ ഇത് കൊടുക്കണമൊക്കെ ഇവിടുത്തെ ഗ്രൂപ്പുകളെ തോൽപ്പിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്കറിയും ഇതിന്റെ ഒന്നും പേര് ചെയ്താൽ ഒരു കൂലി ഇതിന് കിട്ടൂല. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കമായ ദീനീ പ്രവർത്തനങ്ങളാണ്. അതിലൊന്നും ഒരു ഗ്രൂപ്പിന്റെ ചെറിയൊരു ചായ പോലും ഇല്ല. അത് ഗ്രൂപ്പിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ പറയുന്ന ആരോപണം മാത്രമാണ്. മാത്രമല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിനെ പറ്റിയല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ ഞങ്ങളെപ്പറ്റി ഇത്രയും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ വില കുറിച്ച് കണ്ടതിൽ വലിയ വേദന തോന്നിയെന്ന് ഞാൻ അദ്ദേഹത്തോട് തുടർന്ന് പറയുകയും ചെയ്തു. സഹോദരൻ, ഇത് വല്ല സാഹചര്യങ്ങളും അനുകൂലമായി വന്നിരിക്കുകയാണ് നമുക്ക്. എന്തൊരു സന്തോഷം നമുക്ക്. നമ്മുടെ കുട്ടികൾക്കും ഭാര്യക്കും ഭർത്താവിനും ഒന്നിച്ച് പഠിക്കാൻ പരീക്ഷകൾ, അതേപോലെ തന്നെ QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, എന്തൊക്കെയാണ് അതൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹം. ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഈ ക്ലാസ്സിന് ആള് വരാൻ വേണ്ടി പറയാന്നൊക്കെ നിങ്ങളും ചിലപ്പോൾ ആളുകളൊക്കെ വില കുറച്ച് മനസ്സിലാക്കണം. ഒന്നുമല്ല സഹോദരങ്ങളെ, ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങളെ മനസ്സിലാക്കണം, എന്റെ ത്യാഗം ഭയങ്കര. ഒരു ലേണിംഗ് ക്ലാസ്സിൽ ഒരു അധ്യാപകൻ മുടങ്ങാതെ വരുന്നതിന്റെ ത്യാഗം ചെറുതല്ല. കാരണം എന്തൊക്കെ മാറ്റി വെക്കണം നിങ്ങൾക്ക്. ഒരാഴ്ച, ഇപ്പൊ ഞാനൊരു വ്യാഴാഴ്ച ക്ലാസ് എടുക്കണമെങ്കിൽ ആ ക്ലാസ്സിന് ഞാൻ എത്തണമെങ്കിൽ എത്ര ആളുകളോട് നോ പറയണം എന്നറിയെങ്കിൽ, നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ പലതും മാറ്റിവെക്കണം, ഔദ്യോഗികമായ ജോലി പ്രശ്നങ്ങൾ മാറ്റിവെക്കണം, നമ്മുടെ പല യാത്രകൾ മാറ്റിവെക്കണം. എന്തൊക്കെ മാറ്റിവെച്ചിട്ട് ത്യാഗം ചെയ്യുന്ന സഹോദരങ്ങളെ. അതിനൊരു അധ്യാപകന് നിങ്ങൾ 10 ലക്ഷം കൊടുത്താൽ ആ സ്ഥിരമായി നടത്താൻ പറ്റില്ല കാര്യം. ഏതാ നടത്താൻ പറ്റുക? ലീവ് എടുക്കാത്തൊരു പരിപാടി ആർക്കെങ്കിലും നടക്കും? പൊന്നു സഹോദരൻ, നിങ്ങളെ പരിസരത്ത് ഖുർആനിന്റെ ആഴമറിയുന്ന ഒരു പണ്ഡിതൻ ക്ലാസ് എടുത്ത് തരാണ്ടെങ്കിൽ നിങ്ങൾ 100 റുപ്യ ഓട്ടോറിക്ഷ കൊടുത്താലും നിങ്ങളെ കുട്ടികളെ അവിടെ പോയി ഇറങ്ങണം, അത് കേൾക്കണം. കാരണം അത് ജീവിതത്തിൽ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ ഖുർആൻ ക്ലാസ്സുകൾ നമ്മുടെ കുടുംബത്തിന്റെ വീടിനെ പൊളിച്ചു മാറ്റി ഒരു പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. എല്ലാ ആളുകളെയും അതിൽ പങ്കെടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറയാം, അസംതൃപ്തമാണ് നമ്മുടെ വീടുകളുടെ അന്തരീക്ഷങ്ങൾ. അതൊക്കെ പരിഹരിക്കാൻ ഈ ഖുർആൻ ക്ലാസ് കൊണ്ടേ പറ്റുള്ളൂ. ഞാനിപ്പോ ഈ അടുത്ത ദിവസം ഒരു പ്രായമായ ഒരാളോട് സംസാരിക്കാനൊക്കെ അവസരം, അയാൾക്ക് എന്തായാലും സ്ട്രോക്ക് വന്നതാണ്, തളർന്നു കിടക്കാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷമം എന്താ വെച്ചാൽ, എത്രയോ വർഷങ്ങളായി നല്ല സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചു വന്നതാണ്. ആ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചു വന്നിട്ട് ഇപ്പൊ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് സേവനങ്ങൾ ചെയ്തു കൊടുത്താലും അയാളെ വളരെ സ്നേഹത്തോടെ, കുറേ കുട്ടികളുണ്ട്, കുറേ മക്കളുണ്ട്, അവരൊക്കെ ഭയങ്കര സ്നേഹം. അയാളെ മുഖത്തൊരു ചെറിയ വിഷാദം കണ്ടപ്പോ അത് കണ്ടു നിൽക്കാൻ കഴിയാനിട്ടാണ് മക്കള് അയാൾക്കൊരു ദീനി ക്ലാസ് എടുത്തു കൊടുത്താൽ മുഖത്തൊരു സന്തോഷം കിട്ടിയെങ്കിലും വിചാരിച്ചിട്ടാണ് പിടിച്ച് കാറ് കയറ്റി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, അത്രമാത്രം അയാളെ സ്നേഹിക്കുന്നു. പക്ഷെ ആ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്തേ പറ്റുള്ളൂ? അവർ മനസ്സിലാക്കിയത് അതാ വീടിന്റെ അന്തരീക്ഷം. അയാളെ കൊടുന്നപ്പോ അയാളുടെ പ്രശ്നം, ഇത്രയും വർഷം കാലങ്ങളിൽ പിന്നെ ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ട് ഇപ്പൊ എനിക്ക് ചോറ് വാരിത്തരാൻ ആള് വേണല്ലോ, എന്റെ മലമൂത്ര വിസർജന കാര്യങ്ങൾ നിർവഹിക്കാൻ ആള് വേണല്ലോ എന്ന വിഷമം, ആ വിഷമം മനസ്സിൽ നിന്നാണ് പോണില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ആലോചിക്കും, നിങ്ങൾക്കിപ്പോ ആരോഗ്യമുള്ള യുവത്വം തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ആ യുവത്വത്തിന്റെ കാലത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത സുഖം നിങ്ങൾക്ക് കിട്ടുകയാണ്. കാരണം ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ അഥവാ രോഗം വന്ന് നിങ്ങൾ മരിച്ചു പോവുക ചെയ്യും. മരിച്ചപ്പോ എന്താ ഉണ്ടാകുക? അഫരിഷു ലഹൂന, അവന് വിരിച്ചു കൊടുക്കൂ സ്വർഗത്തിന്റെ വിരിപ്പുകൾ എന്നാ പറയാം. സ്വർഗത്തിന്റെ വിരിപ്പ് കടക്കാപ്പോ ദുനിയാവിൽ എങ്ങനെയായാലും കഴിയില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേടാനാവാത്തതിനെ കുറിച്ച് ചിന്തിക്കും, നേടാനാവുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അഥവാ ഇപ്പൊ രോഗം മാക്സിമം തരുന്നത് മരണം നമുക്ക് തൗഹീദും ദീനൊക്കെ ഉണ്ടെങ്കിൽ എത്ര സമാധാനമാണ് വരാൻ പോകുന്നത്. ഞാൻ സത്യങ്ങളോട് പറയട്ടോ, ഞാൻ പറയണോണ്ടല്ല, ഖുർആനിലും ആയതിലുള്ള ആശയങ്ങൾ ആളുകളോട് പറയുമ്പോൾ ഓൾക്ക് കിട്ടുന്ന പ്രതീക്ഷ മുഖത്ത് വലുതാണ്. രണ്ടാമത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി പോട്ടെ, നിങ്ങൾക്ക് ഈ അസുഖമൊന്നും ഇല്ലാന്ന് വിചാരിച്ചില്ല, എന്നിട്ടൊരു 19 വയസ്സ് വരെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രായത്തിൽ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? പേരക്കുട്ടിനെ വേഗമൊക്കെ എടുത്തുകൊണ്ട് നേരെ ബസ് സ്റ്റോപ്പ് കൊണ്ടുപോയിട്ട് സ്കൂൾ ബസ് കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ രാവിലെ കിട്ടുന്ന പത്രം ഉച്ചവരെ വായിക്കുക, അല്ലെങ്കിൽ മകന്റെ പെരപ്പന്റെ സൈറ്റിൽ പോയി നിൽക്കുക. ഇതൊക്കെയല്ലേ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. എന്നപ്പം നിങ്ങൾ ചെയ്യണ നോക്കി, നിങ്ങൾ ഒരു 5 കൊല്ലം ഈ കടത്തം കടന്നാൽ ഈ വേദനകൾക്കും ഈ പ്രയാസങ്ങൾക്കും എല്ലാം കണക്കില്ലാത്ത പ്രതിഫല പടച്ചോണ്ട്.
ഒരു ചെറിയ മനോദുഃഖത്തിന് പോലും പ്രതിഫലമുണ്ടെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര കിട്ടുക. അപ്പൊ ഈ ഒരു 5 കൊല്ലം രോഗമായി കടന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ എനിക്ക് ഇനി ഒരു സംശയം കൂടി ഉള്ളൂ. എന്താ സംശയം? ഞാനേ രാവിലെ പള്ളിക്ക് പോകാതെ ഒരൊറ്റ ദിവസം ഇരിക്കില്ല. പക്ഷെ ഇപ്പൊ മക്കളും കുട്ടികളൊക്കെ ടോർച്ച് എടുത്ത് പോണ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അതിനെന്താ പരിഹാരം? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ കാര്യത്തിൽ ഒരിക്കലും വിഷമിക്കണ്ട. നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ, കാരണം നിങ്ങൾ ഇക്കാലം വരെ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ അസുഖത്തിന്റെ പേരിൽ നിങ്ങൾ നിസ്കരിക്കാൻ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് കിട്ടിയ അതേ സുബ്ഹിന്റെ പ്രതിഫലം കിട്ടും. നബി സ്വല്ലല്ലാഹു പറഞ്ഞതാണ്. നബി സ്വല്ലല്ലാഹു യുദ്ധത്തിന് പോകുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞില്ലേ, ഒരു കൂട്ടം ആളുകളുണ്ട്, അവരിപ്പോ മദീനത്താണെങ്കിലും അവർ നിങ്ങളോടൊപ്പമാണുള്ളത്. കാരണം നിങ്ങളെക്കാളും ധീരതയോടുകൂടെ യുദ്ധത്തിന് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്ക് എന്താ തടസ്സം? രോഗങ്ങളാണ് തടസ്സം. അപ്പൊ അതേ പ്രതിഫലം കിട്ടും. അയാൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് സഹോദരങ്ങളെ ഇറങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞത്, ഇത് എങ്ങനെ കിട്ടുക? ഇത് ഈ ഖുർആൻ ക്ലാസ് നമ്മൾ കൊണ്ടുപോകണം. വയസ്സായ അമ്മാനോട് നിങ്ങൾ ആ കാറിൽ ഇരുന്നാൽ മതി, ലേണിംഗ് ക്ലാസ്സിന്റെ അവിടെ ആ കാറിൽ ഇരുന്നാൽ മതി. എന്നിട്ട് അവർക്ക് കേൾക്കും. സഹോദരങ്ങളെ കേൾപ്പിക്കാൻ വിട്ടുപോകരുത്. കാരണം ഇതിന് മറ്റൊരു പരിഹാരമില്ല സഹോദരങ്ങളെ, ഇതിന് വേറെ ഒരു പരിഹാരമില്ല. മനസ്സുകൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഈ ക്ലാസ്സുകൾക്കും പ്രഭാഷണവും വേറെ ഒന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടും കുടുംബവും മക്കളും മാതാപിതാക്കളും എല്ലാം നമ്മളോടൊപ്പം വേണം. ഒരു ഇസ്ലാമിക വീട്, ഒരു ഇസ്ലാമികമായി ജീവിക്കുന്ന മക്കൾ, ഒരു ദാമ്പത്യ ജീവിതം എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു സന്തോഷാവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സഹോദരങ്ങളെ, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. നമ്മുടെ വീടുകളെ നമ്മൾ മാറ്റിയെടുക്കുക, നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കുക, ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവുക. അൽഹംദുലില്ലാ, എല്ലാ അർത്ഥത്തിലും അതിനെ പറ്റിയ ഒരു അന്തരീക്ഷം നമുക്ക് വന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഈ ഓഡിറ്റോറിയം ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളെ, എനിക്കറിയാം നമ്മളൊക്കെ ക്ലാസ്സിനും ഖുർആൻ ക്ലാസ്സിനും ഒക്കെ വരുന്നത് ഒരിക്കലും ഇത് വിജയിപ്പിക്കാനല്ല, മറിച്ച് ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ പകർത്താൻ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര അച്ചടക്കത്തോടു കൂടെയും ഇത്ര മര്യാദയോടുകൂടെ ഒന്നും ഈ ക്ലാസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നത്. ചെറിയ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പ്രബോധന രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തി. കാരണം നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ പറയാനും നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി സഹകരിക്കാനും മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളില്ലാത്ത ഉള്ള ആളുകളൊക്കെ വഴിമാറി നിന്നപ്പോൾ എന്തൊക്കെയോ ഒരു ഭാരം ഒഴിഞ്ഞ് വഴി തുറന്ന് കിട്ടിയപ്പോൾ തോന്നുന്നു. ഇനി നിങ്ങളൊക്കെ കുറച്ച് ആൾക്കാരാണ് നമ്മളുള്ളത് സഹോദരങ്ങളെ. വലിയ വലിയ നേതാക്കന്മാരും ആൾക്കാരും നമുക്കില്ലെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും നിഷ്കളങ്കരായ കുറച്ച് ആളുകൾ നമുക്കുണ്ട്. അവർ പണം തരും, സൗകര്യങ്ങൾ തരും. അവിടെ നിങ്ങൾ അതൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം. റമദാനിലൊക്കെ നിങ്ങളുടെ പള്ളികളിൽ ക്ലാസ് നടക്കണം. ഒരു ഇഫ്താറൊക്കെ എല്ലാവരും നിങ്ങളുടെ നാട്ടിലൊന്ന് നടത്തി നമ്മുടെ എല്ലാ പ്രവർത്തനവും സഹകരിക്കുക. നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ISM MS എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇന്ന് കിട്ടുന്ന ഊർജം ദീൻ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിനെയും സമാധാന ഗ്രഹങ്ങളാക്കി ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് സമാധാനം അനുഭവിക്കാൻ തന്ന ആ ശാന്തി കേന്ദ്രങ്ങളെ അനുഭവത്തിൽ കൊണ്ടുവരുവാനും നല്ല ദാമ്പത്യവും നല്ല സൗഹൃദ ബന്ധവും എല്ലാം നല്ല കൂട്ടായ്മയും സ്നേഹവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. വേദിയിലിരിക്കുന്ന ആദരണീയരായ ഈ ആദർശ കൂട്ടായ്മയുടെ നേതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രബോധകരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രൗഢമായ ഒരു സദസ്സിനെ അർത്ഥഗർഭമായി നോക്കിക്കാണുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ശീതീകരിക്കപ്പെട്ട ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ലാതെ ചില കാര്യങ്ങൾ ഗൗരവമായി പുറം ലോകത്തേക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുകയാണ്. ധാരാളം വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദീർഘമായ സംസാരത്തിനോ ദീർഘിച്ചു നിൽക്കുന്ന വിഷയാവതരണത്തിനോ പ്രസക്തിയില്ലാത്ത ഈ ഒരു ഘട്ടത്തിൽ ആറ്റിക്കുറുക്കി വളരെ ക്യാപ്സ്യൂളായി കുറഞ്ഞ കാര്യങ്ങൾ